Hello everyone, welcome back to our YouTube channel. I am Didi Prabha, your travel companion. ഇന്ന് നമ്മൾ കർണാടകയിലുള്ള ബദാമി കേവ്സിലേക്കുള്ള യാത്രയിലാണ്. യാത്രയിലുടനീളമുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനും പ്രനിയും മാത്രമല്ല, നമ്മുടെ കൂടെ വിഷ്ണുവേട്ടനും അരുണമ്മയും കൂടെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ നാസിക്കിൽ നിന്ന് നാട്ടിലേക്കുള്ള പുറപ്പാടാണ്. കാറിലായതുകൊണ്ട് പോകുന്ന റൂട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടെ കണ്ടു പോകാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ബദാമി. മഹാരാഷ്ട്രയിലെ ഏതോ ഒരു ഉൾനാട്ടിലൂടെയാണ് ഇപ്പം നമ്മുടെ യാത്ര. വഴിയിൽ കണ്ട മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. കാരണം ഏർലി മോർണിംഗിൽ നമ്മൾ ഇറങ്ങിയതാണ്, അധികം ട്രാഫിക് ഒന്നും കഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിയതുമല്ല, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഇവിടെ നമുക്ക് വായിക്ക് പിടിക്കുന്ന രുചികളൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അത് മാത്രമല്ല, യാത്രക്കിടയിൽ റിസ്ക് എടുക്കണ്ടെന്നും കൂടെ കരുതിയിട്ട് ഫസ്റ്റ് ഡേയിലേക്കുള്ള ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു സമയത്ത് നമ്മുടെ ഹോംലി ഫുഡൊക്കെ കിട്ടുക എന്നുള്ളത്. കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ചുറ്റും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെയും യാത്ര തുടർന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമുക്ക് ട്രാവൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രനിയും വിഷ്ണുവേട്ടനും മാറി മാറിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാനും അരുണമ്മയും ബാക്കിൽ ഫുൾ കഥയൊക്കെ പറഞ്ഞ് പുറത്ത് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഭയങ്കരമായിട്ടുള്ള ചിൽ മൂഡിലാണ്. അങ്ങനെ ഉച്ചയായപ്പോൾ വയറിൻ്റെ വിളി വീണ്ടും വന്നു. രാവിലത്തെ പോലെ കാമായിട്ടുള്ളൊരു സ്ഥലം നോക്കി അവസാനം വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ടിൽ തന്നെ നമ്മൾ എത്തിപ്പെട്ടു കേട്ടോ. രാവിലത്തെ തണുപ്പൊക്കെ മാറി പുറത്ത് ചൂടായി, എങ്കിലും ഈ സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ യാത്രയിൽ രാവിലെ കഴിക്കുന്നതിൻ്റെ ദഹിച്ചു പോകുമെന്ന് നമുക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം രാവിലെ ഉപ്പുമാവും കടലക്കറിയൊക്കെ ആയിരുന്നു. എന്നിട്ടും അതൊക്കെ ദഹിച്ചു. നമ്മൾ ഉച്ചയായപ്പം നല്ല ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ സൈഡായിട്ട് ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അരുണിമ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവളുടെ ബട്ടർ ചിക്കനെ പറ്റിയിട്ടൊന്നും വീഡിയോയിൽ പറയരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വയറൊക്കെ നിറച്ച് വീണ്ടും നമ്മൾ വണ്ടി തിരിച്ചു. ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഒരുപാട് കണക്കിന് ലോങ് ട്രാവലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും പോയിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ആ യാത്രയിൽ ഏറ്റവും അടിപൊളി ഫീൽ എന്താണെന്നറിയോ? ഒന്ന്, നമ്മൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ, അതിലൊരു ഡൗട്ടും ഇല്ല. ബട്ട് അല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതിലൊന്നാണ് ഭക്ഷണം, പിന്നെ ടോയ്ലറ്റ്. ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. എന്നാലും അത് സെറ്റായാൽ നമ്മുടെ മൂഡ് തന്നെ ഭയങ്കര പൊളിയായിരിക്കും കേട്ടോ. കാരണം ബോഡി ഡിസ്റ്റർബ് ആയാൽ നമ്മൾ എത്ര നല്ല സ്ഥലത്താണെങ്കിലും അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയാണ്ട് വരും. അതുകൊണ്ടാണ് പറ്റുന്നതും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭാരം അറിയില്ല. എന്നാലും എപ്പോഴും അത് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സോ നമ്മൾ മറ്റു രുചികളും കൂടെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഏത് നാട്ടിലും സുഖമായിട്ട് പോയി വരാനൊക്കെ പറ്റും. അങ്ങനെ ഇതാ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ബദാമിയിൽ എത്തിയിട്ടാ. മയൂര ചാലക്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. എസ്പെഷ്യലി ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇവരുടെ റിസപ്ഷൻ. ഇവിടെ ബദാമീൻ്റെ ഒരു ഫുൾ സ്റ്റോറി, അതേപോലെ ഫോട്ടോസ്, മാപ്പ് ഒക്കെ ആയിട്ടൊരു കൊച്ചു മ്യൂസിയം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബദാമിയിലെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു ദിവസം എവിടെയൊക്കെ പോകണം എന്നൊക്കെ. റിസപ്ഷനിൽ നിന്ന് നേരെ നമ്മൾ കയറി ചെല്ലുന്നിടത്താണ് ഇവരുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഒരു നല്ല ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് റൂമൊക്കെ വരുന്നത്. ഈ കാണുന്ന ഇടനാഴിയുടെ ഏറ്റവും അറ്റത്തുള്ളതാണ് കേട്ടോ എൻ്റെയും പ്രനിയുടെയും റൂം. ഇതാണ് റൂമിൻ്റെ കണ്ടീഷൻ. വലിയ ലക്ഷറി സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് പുറത്ത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര സ്പീഷ്യസ് ആയിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ബാത്റൂമും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വിഷ്ണുവേട്ടൻ്റെയും അരുണിമയുടെയും റൂം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് യാത്രാക്ഷീണമൊക്കെ മാറ്റി നമ്മൾ അവിടെ തന്നെയുള്ള ഹോട്ടലിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. വിശപ്പിൻ്റെ ഊക്കുകൊണ്ട് ഭക്ഷണമൊന്നും ഫോട്ടോയും വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് ഓരോ ഐസ്ക്രീമും ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്ത് കുറച്ച് നേരം എൻജോയ് ചെയ്തു. വീണ്ടും കഥകളൊക്കെ പറഞ്ഞ് നമ്മളിതാ റൂമിലേക്ക് തിരിച്ച് നടക്കുവാണ്. റൂമിൻ്റെ മുന്നിലെത്തിയിട്ടും ഞങ്ങളുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഫോട്ടോയെ പറ്റിയാണ് കേട്ടോ. പിന്നെ രാവിലെ പെട്ടെന്ന് എണീറ്റ് പോകാനുള്ളതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളിതാ കഥയൊക്കെ അവസാനിപ്പിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോയിരിക്കുകയാണ്. ഫൈനലി പിറ്റേ ദിവസം വളരെ നേരത്തെ ഒരുങ്ങി നമ്മൾ ബദാമി കേവ്സ് കാണാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. തൊട്ട് പിന്നാലെ അരുണിമയും വിഷ്ണുവേട്ടനൊക്കെ റെഡി ആയിട്ട് വന്നു.
അപ്പോൾ അത്രയേ ഉള്ളൂ. ബദാമി കേവ് ടെമ്പിൾസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും പോയി കാണണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അടുത്തൊരു മനോഹരമായിട്ടുള്ള യാത്രയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.